നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ കണിമംഗലം പാലക്കലിൽ ഒരു ഭാഗത്തെ കോൺക്രീറ്റിംഗ് പൂർത്തിയായി. ഗതാഗത നിയന്ത്രണത്തിൽ വലഞ്ഞ യാത്രക്കാർ. അടുത്ത മാസം 20ഓടെ റോഡ് നിർമ്മാണം പൂർത്തിയാകുമെന്ന് കരാറുകാർ. കൊടകര പേരാമ്പ്രയിൽ കാറിൽ കടത്തുകയായിരുന്ന 141 കിലോ കഞ്ചാവ് പിടിച്ചെടുത്ത കേസിലെ 2 പ്രതികൾക്ക് 15 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു. ആലുവ സ്വദേശികളായ ടോംജിത്ത്, വിൻസെന്റ് എന്നിവരെയാണ് തൃശൂർ 3ാം അഡീഷണൽ കോടതി ശിക്ഷിച്ചത്. PG ഭൂചലനം. വീണ്ടും സ്ഥലം സന്ദർശിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ജില്ലാ കളക്ടർ ജിയോളജി വകുപ്പിന് നിർദ്ദേശം നൽകി. മതിലകം ബൈപ്പാസിൽ കനോലി കനാൽ ഭാഗത്ത് സർവീസ് റോഡ് നിർമ്മിക്കാത്തത് പ്രദേശവാസികളിൽ ആശങ്ക സൃഷ്ടിക്കുന്നു. സർവീസ് റോഡ് നിർമ്മിക്കാൻ സ്ഥലമുണ്ടായിട്ടും ദേശീയപാത അതോറിറ്റി നടപടി സ്വീകരിച്ചില്ലെന്ന് ആരോപണം. കയ്പമംഗലം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ 72 ദിവസമായി കുടിവെള്ള വിതരണം മുടങ്ങി. ഗ്രാമസഭാ യോഗത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം. വാർത്തകൾ വിശദമായി. തൃശൂർ കൊടുങ്ങല്ലൂർ റോഡിൽ പാലക്കലിൽ ഒരു ഭാഗത്തെ കോൺക്രീറ്റിംഗ് പൂർത്തിയായതിനെ തുടർന്ന് ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണത്തിൽ വലഞ്ഞ് യാത്രക്കാർ. കോൺക്രീറ്റിംഗ് പൂർത്തിയായ ഭാഗത്ത് ഒരേ സമയം ഇരുവശത്തേക്കും വാഹനങ്ങൾ കടന്നുപോകാനുള്ള വീതിയില്ലാത്തതിനാലാണ് രൂക്ഷമായ വാഹനക്കുരുക്ക് ഒഴിവാക്കാൻ ബദൽ മാർഗം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് തൃശൂരിൽ നിന്നുള്ള വാഹനങ്ങൾ പാലക്കലിൽ റോഡിന്റെ കോൺക്രീറ്റിംഗ് പൂർത്തിയായ ഭാഗത്തുകൂടി വൺ വേ ആയാണ് പോകുന്നത്. തൃശൂരിലേക്ക് ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, മാള ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പൂച്ചണ്ണിപ്പാടത്തു നിന്നും തിരിഞ്ഞ് ഒല്ലൂർ വഴിയും, തൃപ്രയാർ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ ചൊവ്വൂർ കപ്പേളയുടെ വലതുഭാഗത്തേക്ക് തിരിഞ്ഞ് പെരിഞ്ചേരി പള്ളി വഴിയോ പെരുമ്പിളിശ്ശേരിയിൽ നിന്ന് പൂച്ചണ്ണിപ്പാടം വഴിയോ ആണ് തൃശൂരിലെത്തുന്നത്. അമ്മാടം, കോടന്നൂർ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ താണിക്കമുനിയം, നെടുപുഴ, ചിയ്യാരം ഓവർബ്രിഡ്ജ് വഴിയാണ് തൃശൂരിലെത്തുന്നത്. വഴി തിരിച്ചുവിടുന്ന റൂട്ടുകളിലെ സ്റ്റോപ്പുകളിൽ സ്വകാര്യ ബസ്സുകൾ യാത്രക്കാരെ കയറ്റാനോ ഇറക്കാനോ പാടില്ല. നിയന്ത്രണം വന്നതോടെ വാഹനങ്ങൾ കിലോമീറ്ററുകൾ ചുറ്റിവളയേണ്ട സാഹചര്യമുണ്ടെങ്കിലും ദീർഘനേരം വഴിയിൽ കുരുങ്ങിക്കിടക്കാതെ ലക്ഷ്യസ്ഥാനത്തെത്താനാകും. അതേസമയം തൃശൂർക്ക് പോകുന്ന വാഹനങ്ങളെ വഴിതിരിച്ചുവിടാതെ തൃശൂരിൽ നിന്നുള്ള വാഹനങ്ങളുടെ വഴിതിരിച്ചുവിടുകയായിരുന്നു നല്ലതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ആഗസ്റ്റ് മാസം 20ഓടെ ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കാനാകുന്ന വിധത്തിലാണ് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പകലും രാത്രിയിലുമായി പുരോഗമിക്കുന്നത്. TCV തൃശൂർ. കാറിൽ കടത്തുകയായിരുന്ന 141 കിലോ കഞ്ചാവ് പിടിച്ചെടുത്ത കേസിലെ 2 പ്രതികൾക്ക് 15 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു. തൃശൂർ 3ാം നമ്പർ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജില്ലാ ജഡ്ജി GP ജയകൃഷ്ണനാണ് ശിക്ഷ വിധിച്ചത്. ആലുവ സ്വദേശികളായ ടോംജിത്ത്, വിൻസെന്റ് എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത്. 2021 ഓഗസ്റ്റ് 21-ന് പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിന് സമീപത്ത് നിന്ന് കഞ്ചാവ് പിടികൂടിയത്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഗിരീഷ് മോഹൻ കോടതിയിൽ ഹാജരായി. പീച്ചിയിലെ ഭൂചലനത്തിൽ വീടുകൾക്കുണ്ടായ വിള്ളലുകളുമായി ബന്ധപ്പെട്ട് വീണ്ടും സ്ഥലം സന്ദർശിച്ച് വിശദമായ പരിശോധനാ റിപ്പോർട്ട് തയ്യാറാക്കാൻ ജിയോളജിസ്റ്റിന് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിലാണ് തീരുമാനം. മഴ കുറവായ സാഹചര്യത്തിൽ അടുത്ത വർഷത്തേക്ക് വരൾച്ചാ പ്രതിരോധ പദ്ധതി 1 മാസത്തിനകം സമർപ്പിക്കാൻ ജലസേചനം, KSEB, ജല അതോറിറ്റി, കൃഷി എന്നീ വകുപ്പുകൾക്ക് കളക്ടർ നിർദ്ദേശം നൽകി. പ്രകൃതി ദുരന്തങ്ങൾ മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ട് എത്രയും വേഗം സമർപ്പിക്കാനും വിവിധ വകുപ്പുകൾക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ദേശീയപാത 66 മതിലകം ബൈപ്പാസിൽ കനോലി കനാൽ ഭാഗത്ത് സർവീസ് റോഡ് നിർമ്മിക്കാത്തത് പ്രദേശവാസികളിൽ ആശങ്ക സൃഷ്ടിക്കുന്നു. ബൈപ്പാസിലൂടെ വാഹന ഗതാഗതം ആരംഭിച്ചിട്ടും സർവീസ് റോഡ് നിർമ്മാണത്തിന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. 6 വരി ദേശീയപാതയുടെ ഇരുവശങ്ങളിലും സർവീസ് റോഡ് നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലമുണ്ടായിട്ടും ദേശീയപാത അതോറിറ്റി നടപടി സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആരോപണം. മതിലകം പഞ്ചായത്തിലെ കനോലി കനാലിനോട് ചേർന്ന 8ാം വാർഡിലെ കിഴക്കുംപുറം ഭാഗത്താണ് സർവീസ് റോഡ് ഇല്ലാത്തത്. ഇവിടെ താമസിക്കുന്ന 25ഓളം പട്ടികജാതി കുടുംബങ്ങളും ചെറുകിട കർഷകരും
യാത്രാ സൗകര്യമില്ലാതെ ദുരിതത്തിലാണെന്ന് നാട്ടുകാർ പറയുന്നു. സർവീസ് റോഡ് ഇല്ലാത്തതിന്റെ സമീപത്തെ അടിപ്പാതകളിലേക്ക് എത്തിച്ചേരാൻ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. 10 അടിയിലേറെ ഉയരമുള്ള ദേശീയപാതയിലേക്ക് കയറി 6 വരി റോഡ് മുറിച്ചു കടക്കേണ്ട അപകടകരമായ സാഹചര്യമാണ് നിലവിലുള്ളത്. വാഹനങ്ങൾ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഏത് നിമിഷവും വലിയ അപകടം സംഭവിക്കാമെന്ന ആശങ്ക ശക്തമാണ്. സർവീസ് റോഡ് ഉണ്ടെന്നാണ് ഇവർ പറയണത്. ഇത്ര കാലമായിട്ടും സർവീസ് റോഡിന്റെ ഇത് കാണുന്നില്ല. ഇപ്പൊ ഇവര് ഈ പണിക്കാർ വന്നിട്ട് അവർക്കൊന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞു. ഞങ്ങൾ എങ്ങനെ കടക്കുപ്പത്? ഒന്നാമത് മര്യാദക്കൊരു വഴിയില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കുട്ടികളെ കൊണ്ട് കടക്കണതിന് ഒരു കണക്കിനാണ്. 100 സ്പീഡിലാണ് വണ്ടി വരുന്നത്. എല്ലാവരും തടഞ്ഞു നിർത്തി എന്തെങ്കിലും അപകടം വന്നല്ല ആരുണ്ട് ഇവിടെ. ഞങ്ങൾ ഇത്രയും നാളായിട്ട് റോഡ് പണി കഴിഞ്ഞപ്പോൾ അവർ ലാസ്റ്റ് ഘട്ടത്തിൽ അവർ വയറിങ്ങിൻ്റെ പണി അടക്കുമ്പോൾ അവർ കഴിച്ചു പോകുന്നു. ആ നിലയ്ക്ക് ഞങ്ങൾക്ക് ഏത് നിമിഷവും ഞങ്ങൾക്ക് പേടി തന്നെയാണ്. കാരണം ഇപ്പോൾ ആകെ ഒരു ചെറിയ വഴിയാണ്, ഒരു ഓട്ടോറിക്ഷ കടക്കാനുള്ള ഒരു വഴി മാത്രം അവർ ഇട്ടിട്ടുള്ളൂ ഞങ്ങൾക്ക് കിടക്കാൻ. അതുവരെ അടച്ചിട്ട് അത് തുറപ്പിച്ചാണ്. അതും കൂടെ അടച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം അധോഗതി 24 വീട്ടുകാർ കഷ്ടപ്പെടും. ബൈപ്പാസിലെ ഡിവൈഡർ പൂർണ്ണമായി അടച്ചാൽ കനോലി തീരവാസികൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാൻ കഴിയില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ജനപ്രതിനിധികളുടെയും ബന്ധപ്പെട്ട വകുപ്പുകളുടെയും ജാഗ്രതക്കുറവാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. TCV ന്യൂസ്, കയ്പമംഗലം. 72 ദിവസമായി കുടിവെള്ള വിതരണം മുടങ്ങിയതിൽ കയ്പമംഗലം പഞ്ചായത്ത് 10-ാം വാർഡ് ഗ്രാമസഭയിൽ പ്ലക്കാർഡും കുടങ്ങളുമായെത്തി നാട്ടുകാരുടെ പ്രതിഷേധം. ചളിങ്ങാട് താഴ്വാരം, IHTP ഉന്നതി, LBS ഉന്നതി, പുഴയോരം എന്നീ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണ് പ്രതിഷേധമുയർത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ പ്രതിഷേധക്കാരുമായി സംസാരിച്ച് സമരം അവസാനിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും നാട്ടുകാർ വഴങ്ങിയില്ല. തുടർന്ന് മതിലകം വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരെ അടിയന്തരമായി ഗ്രാമസഭാ വേദിയിലേക്ക് വിളിച്ചുവരുത്തി. പ്രദേശത്ത് പുതിയ കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിച്ചതിന് പിന്നാലെയാണ് വിതരണം പൂർണ്ണമായി നിലച്ചതെന്ന് നാട്ടുകാർ ആരോപിച്ചു. നിരവധി തവണ പരാതി നൽകിയിട്ടും ഫലപ്രദമായ നടപടികൾ ഉണ്ടായില്ലെന്നും അവർ പറഞ്ഞു. വർഷം വരെ 18-ാം തീയതി വരെ 26 വർഷം മുടങ്ങാതെ ഞങ്ങൾക്ക് വെള്ളം കിട്ടിയിരുന്ന ഒരു ഭാഗമാണ് ഈ ഭാഗം മൊത്തം. ഈ വാട്ടർ അതോറിറ്റിയുടെ പണി വന്നതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് 15 ദിവസം ഞങ്ങൾക്ക് ഒരു അവധി തന്നു. അത് കഴിഞ്ഞിട്ട് വെള്ളം വരുന്നു പറഞ്ഞിട്ട് ഇതേവരെ ഞങ്ങൾക്ക് വെള്ളം എത്തിയിട്ടില്ല. ഞങ്ങളുടെ കോളനിയിൽ നൂല് പോലെ വെള്ളം വരുന്നുണ്ട്, മറ്റുള്ള ഭാഗങ്ങളിലേക്ക് ഒന്നും എത്തിയിട്ടില്ല. ഈ വെള്ളത്തിന് വേണ്ടി, കുടിവെള്ളത്തിന് വേണ്ടി ഞങ്ങൾ കുറച്ച് സ്ത്രീകൾ ഇറങ്ങി തിരിച്ചപ്പോൾ ആ സ്ത്രീകളെ വീട്ടിലേക്ക് ഭീഷണികൾ വന്നു തുടങ്ങി. പെൺമക്കളുള്ള അമ്മമാരെ സൂക്ഷിക്കുക, ഞങ്ങളുടെ സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ട് ഇപ്പോഴും വീടുകളിലേക്ക് കോളുകൾ വരുന്നുണ്ട്, മെസ്സേജുകൾ വരുന്നുണ്ട്. ഒരുമനയൂർ 3-ാം കല്ലിൽ പുഴുവരിച്ച ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്ത പലഹാര നിർമ്മാണ കേന്ദ്രം പഞ്ചായത്ത് അധികൃതർ പൂട്ടി സീൽ ചെയ്തു. ഒരുമനയൂർ സ്വദേശിയായ മുസ്തഫയുടെ ഉടമസ്ഥതയിലുള്ള അജുവ സ്നാക്സ് സമൂസ പലഹാര നിർമ്മാണ കേന്ദ്രമാണ് പൂട്ടിച്ചത്. കഴിഞ്ഞ ദിവസം വിജിലൻസ് സ്ക്വാഡും ആരോഗ്യവകുപ്പും ചേർന്ന് നടത്തിയ മിന്നൽ പരിശോധനയിൽ ദുർഗന്ധം വമിക്കുന്ന 2 ചാക്ക് സമൂസ ലീഫുകൾ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിരുന്നു. വർഷങ്ങളായി ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിൽ വൃത്തിഹീനമായ രീതിയിലായിരുന്നു സമൂസ നിർമ്മാണം. വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആശാ വർക്കർമാരുടെ അഭിമുഖത്തിൽ അപാകതയുണ്ടെന്നാരോപിച്ച് LDF മെമ്പർമാർ പഞ്ചായത്ത് യോഗത്തിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി പ്രതിഷേധിച്ചു. ഇന്റർവ്യൂ ബോർഡിൽ അംഗമായ ശുഭ അനിൽകുമാറിനെ ജൂലൈ 9 നടന്ന വാർഡ് 14-ലെ അഭിമുഖം രേഖാമൂലം അറിയിച്ചില്ലെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. അന്നേ ദിവസം നടന്ന വാർഡ് 16-ലെ അഭിമുഖത്തിൽ 14 ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിട്ടും അതേ വാർഡിലെ തന്നെ പഞ്ചായത്ത് അംഗത്തെ ആശാ വർക്കറായി തെരഞ്ഞെടുത്തെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. വേലൂർ ഗ്രാമപഞ്ചായത്ത് 9-ാം തീയതി നടന്ന ആശാ നിയമനവുമായി ബന്ധപ്പെട്ട് ആ വാർഡിലെ മെമ്പറായ എന്നെ മെഡിക്കൽ ഓഫീസറോ പഞ്ചായത്തോ രേഖാമൂലം ഒരു അറിയിപ്പും നമുക്ക് നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഇന്റർവ്യൂ ബോർഡിൽ അംഗമാവാൻ നമുക്ക് സാധിച്ചുമില്ല. അതേസമയം 16-ാം വാർഡിലെ മെമ്പർ തന്നെ ആശാ വർക്കറായി നിയമിക്കുന്ന രീതിയാണ് ഇന്ന് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചത്. അതിനെതിരെയാണ് LDFന്റെ പ്രതിഷേധം. അതുമാത്രമല്ല, 5 ദിവസം മുന്നേ മാത്രം അജണ്ട ഇട്ടപ്പോ മാർക്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാതെ ഇന്ന് പേര് നമ്മുടെ സെക്രട്ടറി വായിക്കുകയാണ് ഉണ്ടായത്. അതിനെതിരെ ആ തത്സമയത്താണ് പ്രസിഡന്റ് പോലും അറിഞ്ഞതെന്ന നുണയാണ് നമ്മുടെ മെമ്പർമാരെടുത്ത് ഇന്ന് പറഞ്ഞത്. അതിനെതിരെ LDFന്റെ എല്ലാ മെമ്പർമാരും പ്രതിഷേധിക്കുന്നു. വേലൂർ ഫാമിലി ഹെൽത്ത് സെന്ററിലെ ആശാ വർക്കർമാരുടെ ഇന്റർവ്യൂവിനെതിരെ LDF മെമ്പർമാർ ഉയർത്തുന്ന ആരോപണം
വാസ്തവ വിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ പറഞ്ഞു. 14-ാം വാർഡ് മെമ്പറെ ഇന്റർവ്യൂ അറിയിച്ചില്ല എന്ന പരാതി തെറ്റാണ്. ഇവരെ അറിയിച്ചതിന് രേഖകളുണ്ട്. നിയമപ്രകാരമുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ഇന്റർവ്യൂ നടത്തിയിട്ടുള്ളത്. വാർഡ് മെമ്പറെ ഇന്റർവ്യൂ തിരഞ്ഞെടുത്തതിൽ അപാകതയില്ല. വാർഡ് മെമ്പർ ആശാവർക്കർ ആകുന്നതിൽ നിയമപ്രകാരം തെറ്റില്ല. ഇതിനു മുമ്പും പഞ്ചായത്ത് മെമ്പർമാർ ആശാവർക്കറും അങ്കണവാടി ടീച്ചറുമായിട്ടുണ്ട്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി അനാവശ്യ സമരങ്ങളാണ് LDF മെമ്പർമാർ നടത്തുന്നത്. നിയമവിരുദ്ധമായ ഒരു നിയമനവും നിലവിലെ ഭരണസമിതി നടത്തുന്നില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ അറിയിച്ചു. ആശാ വർക്കർമാരുടെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അതിന്റെ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കാനായിട്ടുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ, മെഡിക്കൽ ഓഫീസർ, ആ വാർഡിന്റെ JPHN, ജില്ലാ മിഷൻ തീരുമാനിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ. അങ്ങനെ 5 പേരാണ് ഇന്റർവ്യൂ ബോർഡിലുള്ളത്. ഈ ഇന്റർവ്യൂ ബോർഡിന്റെ തീരുമാനം അതിനനുസരിച്ച് ആശമാരെ വാർഡിന്റെ പുനർവിന്യാസം അനുസരിച്ച് ഒഴിവുള്ള വാർഡുകളിലേക്ക് വെക്കാൻ തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ 24 ജൂൺ 2026 അന്ന് തന്നെ വാർഡ് മെമ്പറെ വാട്സപ്പിലൂടെ കൃത്യമായിട്ട് വിളിച്ചറിയിക്കുകയും അന്ന് തന്നെ അതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള രേഖ അയച്ചു കൊടുക്കുകയും ചെയ്ത് കൃത്യമായിട്ട് വിളിച്ചിട്ടുള്ളതാണ്. ഒരു മെമ്പറെ ഒരു ഒഫീഷ്യൽ ആയിട്ട് ഒരു കാര്യം അറിയിച്ചു കഴിഞ്ഞാൽ ആ ഡേറ്റ് ഓർത്ത് വെച്ച് അന്നത്തെ ദിവസം ആ മീറ്റിങ്ങിന് എത്തിച്ചേരേണ്ട ഉത്തരവാദിത്തം ചെയ്യേണ്ട മെമ്പർ, 14-ാം വാർഡ് മെമ്പർ, അതുപോലും മറന്നിട്ട് തന്റെ കഴിവുകേട് മറച്ചു വെക്കാനായിട്ടാണ് ഇങ്ങനെ ഒരു പ്രഹസന സമരവുമായിട്ട് ഇറങ്ങി വന്നിട്ടുള്ളത്. വേലൂർ തയ്യൂർ ആലുക്കൽ ചിറപാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച താൽക്കാലിക നടപ്പാലത്തിന്റെ ഉദ്ഘാടനത്തിന് വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രനെയും വാർഡ് മെമ്പർ അൻസാർ തയ്യൂരിനെയും വിളിച്ചില്ലെന്ന് പരാതി. CPM-ഉം AC മൊയ്തീൻ MLA-യും വികസന പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയം കലർത്തുകയാണെന്ന് പ്രസിഡന്റ് ആരോപിച്ചു. കഴിഞ്ഞ ദിവസമാണ് താൽക്കാലിക നടപ്പാലത്തിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നടത്തിയത്. എരുമപ്പെട്ടി വെല്ലൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ആലുക്കൽ ചിറപാലം. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റിനെയും വേലൂരിലെ CPM മെമ്പർമാരെയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. എന്നാൽ നടപ്പാലം നിർമ്മാണത്തിന് വേണ്ടി പൊതുമരാമത്ത് വകുപ്പിലും മന്ത്രിയോടും ഇടപെടലുകൾ നടത്തിയ പഞ്ചായത്ത് പ്രസിഡന്റായ തന്നെയും പാലം നിലനിൽക്കുന്ന വാർഡിലെ മെമ്പറെയും ഉദ്ഘാടനം അറിയിച്ചില്ലെന്നാണ് സ്വപ്ന രാമചന്ദ്രൻ പറഞ്ഞത്. വേലൂർ പഞ്ചായത്ത് ഭരണസമിതി വന്നതിന് ശേഷം ഇന്ന് ഈ നിമിഷം വരെ പാലത്തിന്റെ ഒരു കാര്യവുമായിട്ട് പഞ്ചായത്തിനെ അറിയിക്കുന്ന പരിപാടി MLA-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. PWയുടെ ഭാഗത്തു നിന്നും പഞ്ചായത്തിലേക്ക് ഒഫീഷ്യലായിട്ട് അറിയിപ്പുകൾ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. കോൺഗ്രസിന്റെ ഭരണമായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു മാറ്റി നിർത്തൽ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് MLA അതിന്റെ മോണിറ്ററിങ് കാര്യങ്ങളും സമയത്ത് മഴയ്ക്ക് മുന്നേ അത് വാർക്കണം എന്നുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ജനങ്ങൾ അത് ബുദ്ധിമുട്ട് ഉണ്ടാവായിരുന്നില്ല. ആ നടപ്പാലം ഉദ്ഘാടനത്തിന് എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റിനെ മാത്രം വിളിക്കുകയും വേലൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റിനെയും ആ വാർഡ് നിൽക്കുന്ന മെമ്പറെ പോലും അറിയിക്കാതെ നടത്തിയതിൽ കോൺഗ്രസിന്റെ മെമ്പർമാർക്കും അതുപോലെ വേലൂർ ഭരണസമിതിക്ക് പ്രതിഷേധമുണ്ട്. അത് ചെയ്തത് വേലൂരിലെ ജനങ്ങളോടുള്ള വഞ്ചനയാണ്, അവരോടുള്ള സ്വജനപക്ഷപാതമാണ്. ഇതിൽ ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള എതിർപ്പ് ഉണ്ട്. ഇടവേള. ഏത് ബഡ്ജറ്റിലും ഹാപ്പി ആയിരുന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻസ്, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. അറിഞ്ഞു, ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിൽ ആദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 ഡേയ്സ് ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ ടുലിപ്സിൽ നിന്ന് നേടും 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. French Dairy Pistachio Kunafa Bar. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. സ്കിന്നിന്റെ കാര്യമാണ്, അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്.
ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകൾ തുടരുന്നു. ഗുരുവായൂരിൽ മതിയായ രേഖകളില്ലാതെ വിദ്യാർത്ഥികളെ കൊണ്ടുപോയിരുന്ന 2 സ്വകാര്യ വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ കൊണ്ടുപോയിരുന്ന വാഹനങ്ങളാണ് പിടികൂടിയത്. 2 വാഹനങ്ങൾക്കും ഫിറ്റ്നസിന് പുറമെ ഇൻഷുറൻസ്, ടാക്സ്, പെർമിറ്റ് എന്നിവ ഉണ്ടായിരുന്നില്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഒരു വാഹനത്തിന് 27,500 രൂപയും മറ്റു വാഹനത്തിന് 8,000 രൂപയും പിഴ ചുമത്തി. വാഹനങ്ങളിലെ ഡ്രൈവർമാരുടെ ലൈസൻസ് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നതിന് നടപടി സ്വീകരിച്ചതായി ജോയിന്റ് RTO അറിയിച്ചു. ഡ്രൈവർമാർക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകി. വാഹനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്ന സർക്കാർ മാർഗനിർദ്ദേശം പാലിക്കാത്തതിന് സ്കൂളിനെതിരെ വിദ്യാഭ്യാസ വകുപ്പിന് റിപ്പോർട്ട് നൽകുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഏനാമാവ് കരിവന്തല ചക്കങ്കണ്ടം റോഡിന് സമീപത്തുള്ള കരിങ്കൽ ഭിത്തി തകർന്നു. കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിലാണ് തീരദേശ റോഡിന്റെ സമീപത്തുള്ള കരിങ്കൽ ഭിത്തി കാനയിലേക്ക് തകർന്നു വീണത്. ഇതോടെ കാനയുടെ വെള്ളമൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഈ ഭാഗത്തുള്ള വെള്ളം ഏനാമാവ് പുഴയിലേക്കാണ് എത്തുന്നത്. ഭിത്തി തകർന്നതോടെ റോഡിനും അപകട ഭീഷണിയുണ്ട്. ജനപ്രതിനിധികളും പൊതുമരാമത്ത് വകുപ്പ് അധികൃതരും സ്ഥലം സന്ദർശിച്ചു. വെള്ളത്തിന്റെ ഒഴുക്കിന് തടസ്സമാകുന്ന വീണുകിടക്കുന്ന ഭിത്തി എത്രയും പെട്ടെന്ന് നീക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അടുത്ത മാസം 6-നും 7-നും രാത്രി ദർശന നിയന്ത്രണമുണ്ടാകും. സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷം അത്താഴ പൂജ കഴിയുന്നതുവരെ നാലമ്പലത്തിലേക്ക് ഭക്തർക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല. ശുദ്ധി, ശ്രീഭൂതബലി ചടങ്ങുകൾ നടക്കുന്നതിനാലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനുള്ള ഓഗസ്റ്റിലെ 8 ദിവസത്തെയും വെർച്വൽ ക്യൂ ബുക്കിംഗ് കഴിഞ്ഞു. ഓഗസ്റ്റിലെ ചൊവ്വ, വ്യാഴം ദിവസങ്ങളിലായി ആകെ 19,200 പേർക്കാണ് അവസരം. സെപ്റ്റംബർ മാസത്തെ സ്ലോട്ടുകൾ ദിവസം പ്രഖ്യാപിച്ചിട്ടില്ല. മായന്നൂർ കുത്താമ്പുള്ളി പാലത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ സംരക്ഷണ വേലി തകർത്ത് തൊട്ടടുത്ത പറമ്പിലേക്ക് ഇടിച്ചു കയറി. ചേലക്കര സ്വദേശിയുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം. കുത്താമ്പുള്ളി ഭാഗത്തുനിന്ന് ഒറ്റപ്പാലത്തേക്ക് വരുന്നതിനിടെയാണ് കാറിന്റെ നിയന്ത്രണം നഷ്ടമായത്. വാഹനത്തിലുണ്ടായിരുന്നയാൾ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. റോഡരികിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളിൽ കല്ലുകൊണ്ട് കോറി വരച്ച് കേടുവരുത്തുന്ന വിരുദ്ധൻ നിരീക്ഷണ ക്യാമറയിൽ കുടുങ്ങി. പന്നിത്തടം പെട്രോൾ പമ്പിന് മുൻവശത്ത് പാർക്ക് ചെയ്യുന്ന കാറുകളാണ് കോറി വരച്ച് നശിപ്പിക്കുന്നത്. വർക്ക്ഷോപ്പിലേക്ക് വരുന്ന കാറുകളിലാണ് കല്ലുപയോഗിച്ച് കോറി വരയ്ക്കുന്നത്. വർക്ക്ഷോപ്പിന് സമീപം താമസിക്കുന്ന പന്തലിങ്ങൽ അബു ആണ് ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നതെന്ന് കണ്ടെത്തി. വർക്ക്ഷോപ്പ് ഉടമ വെള്ളറക്കാട് മനപ്പടി സ്വദേശി പറയങ്ങാട്ടിൽ ഷനാസ് എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. ഉയർന്ന പലിശ വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ എറണാകുളത്തെ സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർക്കെതിരെ മാള പോലീസ് കേസെടുത്തു. മാനേജിംഗ് ഡയറക്ടർ എറണാകുളം സ്വദേശി രാകേഷ്, തൃശൂർ സ്വദേശി ഉവൈസ് എന്നിവർക്കെതിരെയാണ് കേസ്. വാഗ്ദാനം ചെയ്ത പലിശ ഉൾപ്പെടെ 7.32 ലക്ഷം രൂപയിലധികം ലഭിക്കാനുണ്ടെന്ന് കാണിച്ച് കൊച്ചുകടവ് സ്വദേശി അഷറഫ്, ഭാര്യ റംല എന്നിവർ നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. തിരുവില്ലാമലയിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ റോഡരികിൽ ഉണങ്ങിയ മരങ്ങൾ. TCV വാർത്ത നൽകിയതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് മരക്കൊമ്പുകൾ വെട്ടിമാറ്റിയിരുന്നു. എന്നാൽ പുനർജനി 2ാം ഗേറ്റിന് സമീപവും സുബി പെട്രോൾ പമ്പിന് സമീപവും ചീരക്കുഴിക്ക് മുൻപും റോഡരികിൽ ഉണങ്ങിയ മരങ്ങൾ വഴിയാത്രക്കാർക്കും വാഹനങ്ങൾക്കും അപകട ഭീതി ഉയർത്തുകയാണ്. കാണിപ്പയ്യൂരിൽ 3 കാറുകൾ കൂട്ടിയിടിച്ച് അപകടം, ആർക്കും പരിക്കില്ല. തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടാക്സി കാർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതാണ് അപകടത്തിന് കാരണമായത്. കർക്കിടക വാവ് ദിനത്തിൽ ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട്ട് കൂട്ടായ്മ നൽകിവരുന്ന പിതൃസ്മൃതി പുരസ്കാരത്തിന് കഥകളി ആചാര്യൻ ഡോക്ടർ കലാമണ്ഡലം ഗോപിയെയും മാതൃസ്മൃതി പുരസ്കാരത്തിന് കലാമണ്ഡലം
സരസ്വതിയെയും തെരഞ്ഞെടുത്തതായി ഭാരവാഹികൾ അറിയിച്ചു. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും ഉൾപ്പെടുന്നതാണ് 2 പുരസ്കാരങ്ങളും. തെക്കുമുറി മാധവൻ നായരുടെ സ്മരണാർത്ഥമാണ് പിതൃസ്മൃതി പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കണ്ടിയൂർ സുശീലമ്മയുടെ സ്മരണാർത്ഥമാണ് മാതൃസ്മൃതി പുരസ്കാരം നൽകുന്നത്. ഓഗസ്റ്റ് 12-ന് ഗുരുവായൂർ രുക്മിണി റീജൻസിയിൽ നടക്കുന്ന പിതൃസ്മൃതി സദസ്സിൽ ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. കൂട്ടായ്മ ഭാരവാഹികളായ KT ശിവരാമൻ നായർ, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, അനിൽ കല്ലാറ്റ്, ബാലൻ വാറനാട്ട്, നിർമ്മല നായിക്കാത്ത്, ശശി കേനാടത്ത്, രവി വട്ടരങ്ങത്ത്, മുരളി അകമ്പടി, ഗീത ഹരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് രജത ജൂബിലി വർഷത്തിന്റെയും 25ാമത് ബാച്ചിന്റെയും ഉദ്ഘാടനം തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. മാനേജർ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിഡ് നെറ്റിക്കാടൻ, അക്കാദമിക് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോസ് കണ്ണമ്പുഴ, പ്രിൻസിപ്പാൾ ഡോക്ടർ സോജൻ ലാൽ, വൈസ് പ്രിൻസിപ്പാൾ പ്രൊഫസർ രത്തനൻ തുടങ്ങിയവർ സംസാരിച്ചു. തലപ്പിള്ളി NSS താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ഗുരു പൂർണിമ ദിനം ആചരിച്ചു. NSS ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് P. ഋഷികേശ് ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് K. രവീന്ദ്രൻ അധ്യക്ഷനായി. ആധ്യാത്മിക പ്രഭാഷകൻ OS സതീഷ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. സെക്രട്ടറി S. ശ്രീകുമാർ, യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ, പ്രതിനിധി സഭാംഗങ്ങൾ, വനിതാ യൂണിയൻ ഭാരവാഹികൾ, ഇൻസ്പെക്ടർ N. രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരേ സമയം 3000-ൽ പരം കരയോഗ അംഗങ്ങൾ ഹരിനാമ കീർത്തനം ആലപിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക്. ഗുരുവായൂർ സായി സഞ്ജീവനി ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുപൂർണിമ ആഘോഷിച്ചു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. മവനയോഗി സ്വാമി ഹരിനാരായണൻ, ചലച്ചിത്ര സംവിധായകൻ വിജീഷ് മണി, വാർഡ് കൌൺസിലർ ബിന്ദു നാരായണൻ, ഭാഗവതാചാര്യൻ CM മണികണ്ഠ വാര്യർ, അരുൺ C നമ്പ്യാർ, K വിപിൻ, സബിത രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുപൂർണിമയുടെ ഭാഗമായി രാമായണ പാരായണം, ഗുരുപാദ പൂജ, സത്സംഗം, മൗനയോഗ പരിശീലനം, കലാപരിപാടികൾ എന്നിവ നടന്നു. കലാമണ്ഡലം ജിനേഷ് അവതരിപ്പിച്ച രാമാനുചരിതം ഓട്ടംതുള്ളൽ, സതീഷ് ഗുരുവായൂർ നയിച്ച ഭജന എന്നിവയും ഉണ്ടായിരുന്നു. മാള ഡോക്ടർ രാജു ഡേവീസ് ഇന്റർനാഷണൽ ആൻഡ് സൈനിക് സ്കൂളിൽ നടന്ന CBSE സൌത്ത് സോൺ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ അങ്കമാലി വിശ്വജ്യോതി പബ്ലിക് സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. 273 പോയിന്റ് നേടിയാണ് വിശ്വജ്യോതി ഒന്നാം സ്ഥാനത്തെത്തിയത്. 267 പോയിന്റ് നേടിയ ബംഗളൂരുവിലെ ഡൽഹി പബ്ലിക് സ്കൂൾ 2ഉം 231 പോയിന്റ് നേടിയ ബംഗളൂരു ജെയിൻ ഹെറിറ്റേജ് സ്കൂൾ 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. മുല്ലശ്ശേരി സെന്ററിന്റെ സമഗ്ര വികസനത്തിന്റെ ഭാഗമായി കാനയുടെ ആദ്യഘട്ട നിർമ്മാണം ഉടൻ ആരംഭിക്കും. പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA സ്ഥലം സന്ദർശിച്ചു. കാനയുടെ നിർമ്മാണശേഷം ചീരോത്തുപടി മുതൽ പൂവത്തൂർ റോഡ് വരെ BMBC ചെയ്യും. കൂടാതെ സമഗ്ര വികസനത്തിന്റെ ഭാഗമായി മുല്ലശ്ശേരി സെന്ററിൽ നടപ്പാത നിർമ്മാണവും നടപ്പിലാക്കുന്നുണ്ട്. ചാവക്കാട് ഏനാമാവ് റോഡിന് കുറുകെ കാനയുടെ നിർമ്മാണം ആവശ്യമായ വീതിയിലും നീളത്തിലും ആരംഭിക്കുമെന്ന് MLA പറഞ്ഞു.
മുല്ലശ്ശേരി സെന്ററിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയുള്ള ഒരു പരിശോധനയാണ് ഇവിടെ. മുല്ലശ്ശേരി സെന്ററിലുള്ള കൾവർട്ട് പുതുക്കി പണിയേണ്ടതുണ്ട്. അത് പണിയതിനു ശേഷം മുല്ലശ്ശേരി റോഡ് BMDC ചെയ്യുക എന്നതാണ് ലക്ഷ്യം. 3 വർഷമായി സെന്ററിലെ കാനയുടെ സ്ലാബ് തകർന്ന നിലയിലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതിഷേധങ്ങളും നടന്നിട്ടുണ്ട്. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് KV ഷിജു, വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ സജിത്ത്, പാവറട്ടി പോലീസ് SHO ആന്റണി ജോസഫ് നെറ്റോ എന്നിവരും MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. വെണ്ടൂർ ലെഷർലാൻഡ് ഹെൽത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ ഗോൾഡൻ ഏജ് കെയർ വയോജന കൂട്ടായ്മയിലെ അംഗങ്ങൾക്കായി സൗജന്യ മെഡിക്കൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അളഗപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് ഭാരവാഹി ജെയ്സൺ മന്നളി അധ്യക്ഷത വഹിച്ചു. കോലഞ്ചേരി മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ബോബി ജോൺ ക്ലാസ് നയിച്ചു. വയോജന കൂട്ടായ്മ കൺവീനർ നെപ്പോ ചിറമൽ, ജോസ് വല്ലപ്പാടി, മിനി ആൻഡോ, ബൈജു ഇമ്മാനുവൽ തുടങ്ങിയവർ സംസാരിച്ചു. അതിരപ്പിള്ളി വെട്ടിക്കുഴിയിൽ കെണിക്കൂട്ടിൽ അകപ്പെട്ട പുള്ളിപ്പുലിയെ പറമ്പിക്കുളം കടുവ സംരക്ഷണ മേഖലയിൽ തുറന്നുവിട്ടു. ചൊവ്വാഴ്ച പണ്ടാരംപാറയിലെ ചക്കാലിക്കൽ റോയുടെ വീട്ടുപറമ്പിൽ വെച്ച കെണിക്കൂട്ടിലാണ് 3 വയസ്സുള്ള പെൺപുലി കുടുങ്ങിയത്. പരിയാരം റേഞ്ച് ഓഫീസിൽ കൂടടക്കം എത്തിച്ച പുലിയെ മണിക്കൂറുകൾ നിരീക്ഷിച്ച് ആരോഗ്യ പ്രശ്നമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ചാലക്കുടി DFO M വെങ്കിടേശ്വരന്റെ നേതൃത്വത്തിൽ പറമ്പിക്കുളത്തേക്ക് പുലിയെ കൊണ്ടുപോയത്. ഇനി വാണിജ്യം. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ അംഗീകാരത്തോടെ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലുമായി പ്രവർത്തിക്കുന്ന മലങ്കര മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡിന്റെ 34ാമത് കസ്റ്റമർ ഫെസിലിറ്റേഷൻ സെന്റർ തൃശൂർ പുത്തൻപള്ളിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചു. ബോബി ചെമ്മണ്ണൂർ പ്രൊമോട്ടറായ മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി ഈ സാമ്പത്തിക വർഷത്തിൽ 50 കസ്റ്റമർ ഫെസിലിറ്റേഷൻ സെന്ററുകൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തൃശൂർ നഗരത്തിലെ 2ാമത്തെ കസ്റ്റമർ ഫെസിലിറ്റേഷൻ സെന്റർ ബെസിലിക്ക പ്ലാറ്റിനം ജൂബിലി ബിൽഡിംഗിലെ 2ാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചത്. സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ഡിവിഷൻ കൌൺസിലർ പൂർണിമ സുരേഷ് ആദ്യ നിക്ഷേപവും സ്വീകരിച്ചു. മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡ് ചെയർമാൻ ജിസോ ബേബി അധ്യക്ഷത വഹിച്ചു. മേയറുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ചെക്ക് ഡെപ്യൂട്ടി മേയർ A പ്രസാദിന് കൈമാറി. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽ സൈമൺ ആദ്യ വായ്പാ വിതരണം നിർവഹിച്ചു. സൊസൈറ്റി വൈസ് ചെയർപേഴ്സൺ മറിയാമ്മ പൈസും ഡയറക്ടർമാരും ചേർന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ധനസഹായം കൈമാറി. സൊസൈറ്റി CEO P ശിവപ്രസാദ്, SGM വിജയ് സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. അടുത്ത 5 വർഷത്തിനുള്ളിൽ 25,000 കോടി ടേൺ ഓവറുള്ള ഇന്ത്യയിലെ തന്നെ 1ാം നമ്പർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയായി മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയെ മാറ്റുകയാണ് ലക്ഷ്യമെന്ന് ചെയർമാൻ ജിസോ ബേബി പറഞ്ഞു. മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഏകദേശം 28ഓളം പ്രോഡക്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന ഒരേ ഒരു സൊസൈറ്റിയാണ് മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി. ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഡയമണ്ട് ആഭരണങ്ങൾക്ക് ലോൺ കൊടുക്കുന്ന സൊസൈറ്റിയാണ് മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി. ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ പ്രൊമോട്ടറായി വന്നതിന് ശേഷം 1300 കോടിക്ക് മുകളിൽ ബിസിനസ് ഉണ്ടാക്കാനും ഏകദേശം 1,70,000-ഓളം മെമ്പർമാർക്ക് സർവീസ് നൽകുവാനും തുടർച്ചയായ 3 സാമ്പത്തിക വർഷങ്ങളിലെ എല്ലാ മെമ്പർമാർക്കും ലാഭവിഹിതം നൽകുവാനും സാധിച്ചിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോഴേക്കും 5 ലക്ഷം മെമ്പർമാർക്ക് സേവനം നൽകുക എന്ന ലക്ഷ്യം കൂടി സൊസൈറ്റി മുന്നോട്ട് വെക്കുന്നുണ്ട്. 30 ദിവസം മുതൽ 25 വർഷം വരെയുള്ള നിക്ഷേപ പദ്ധതികളും കൂടാതെ സ്വർണ്ണാഭരണങ്ങൾക്ക് 90% വരെ വായ്പ നൽകുന്ന ഗോൾഡ് ലോൺ ഉൾപ്പെടെയുള്ള വിവിധ തരം വായ്പാ പദ്ധതികളും മെമ്പർമാർക്കായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,155 രൂപ, പവന് 1,05,240 രൂപ.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. MG റോഡ്, തൃശൂർ. നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ കണിമംഗലം പാലക്കലിൽ ഒരു ഭാഗത്തെ കോൺക്രീറ്റിംഗ് പൂർത്തിയായി. ഗതാഗത നിയന്ത്രണത്തിൽ വലഞ്ഞ യാത്രക്കാർ. അടുത്ത മാസം 20ഓടെ റോഡ് നിർമ്മാണം പൂർത്തിയാകുമെന്ന് കരാറുകാരൻ. വടകര പേരാമ്പ്രയിൽ കാറിൽ കടത്തുകയായിരുന്ന 141 കിലോ കഞ്ചാവ് പിടിച്ചെടുത്ത കേസിലെ 2 പ്രതികൾക്ക് 15 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു. ആലുവ സ്വദേശികളായ ടോംജിത്ത്, വിൻസെന്റ് എന്നിവരെയാണ് തൃശൂർ 3ാം അഡീഷണൽ കോടതി ശിക്ഷിച്ചത്. PG ഭൂചലനം. വീണ്ടും സ്ഥലം സന്ദർശിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ ജിയോളജി വകുപ്പിന് നിർദ്ദേശം നൽകി. മതിലകം ബൈപ്പാസിൽ കനോലി കനാൽ ഭാഗത്ത് സർവീസ് റോഡ് നിർമ്മിക്കാത്തത് പ്രദേശവാസികളിൽ ആശങ്ക സൃഷ്ടിക്കുന്നു. സർവീസ് റോഡ് നിർമ്മിക്കാൻ സ്ഥലമുണ്ടായിട്ടും ദേശീയപാത അതോറിറ്റി നടപടി സ്വീകരിച്ചില്ലെന്ന് ആരോപണം. കയ്പമംഗലം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ 72 ദിവസമായി കുടിവെള്ള വിതരണം മുടങ്ങി. ഗ്രാമസഭാ യോഗത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.